കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ് ഇത്. ജനനപ്പെരുന്നാളിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ദൂതന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷരായിക്കൊണ്ട് അവരോടാണ് ആദ്യത്തെ സന്ദേശം അറിയിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമാധാനം സ്വർഗത്തിലെ ദൂതന്മാർ ഭൂമിയിലെ മനുഷ്യരായ ആട്ടിടയന്മാർക്ക് നൽകപ്പെടുന്നത്. ഈ ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം മഞ്ഞിനോടും മലനാടുകളോടും മല്ലടിച്ചുകൊണ്ട് ആടുകളെ നോക്കി അവരെ സംരക്ഷിച്ച് അവരുടെ ജീവരക്ഷ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇരുന്നവർക്കാണ് ദൈവത്തിൻ്റെതാകുന്ന ഈ മഹത്വ വചനം നൽകപ്പെടുന്നത്. ഈ യഹൂദന്മാരായ ഈ ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കാതെ യേശുക്രിസ്തുവിൻ്റെ ജനനസ്ഥലം അന്വേഷിച്ച് യേശുക്രിസ്തുവിനെ ചെന്ന് കണ്ട് അവർക്ക് യേശുക്രിസ്തുവിനും മാതാവിനും കാഴ്ചയണയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. ആട്ടിടയന്മാർ യേശുക്രിസ്തുവിനും മാതാവിനും കാഴ്ചകൾ സമർപ്പിച്ച് അവരുടെ ദൗത്യം പൂർണ്ണമാക്കി ലോകത്തിന് ഒരു സന്ദേശം നൽകുകയാണ് അതിലൂടെ ചെയ്യുന്നത്. കാരണം ദൈവപുത്രൻ ജാതനായിരിക്കുന്നത് സർവ്വലോകത്തിൻ്റെ രക്ഷയ്ക്കും അതോടൊപ്പം തന്നെ അധസ്ഥിതരും പതിരരുമായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും ദൈവത്തിങ്കിലേക്ക് ഒന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ സന്ദേശം. യേശുക്രിസ്തു ജനിച്ചത് കൊട്ടാരത്തിലായിരുന്നില്ല, മറിച്ച് സമസ്ത ലോകത്തിനും ദൈവ സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഗോശാലയിലായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഈ ഗോശാല എന്ന് പറയുന്നത് അവിടെ മൂകരായിട്ടുള്ള മൃഗങ്ങളും പക്ഷിലതാദികളും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മാതാപിതാക്കളും യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും യേശുക്രിസ്തുവിനെ കാത്തിരുന്നവരുമായിട്ടുള്ള ചെറിയ സംഘങ്ങളും മാത്രമായിരുന്നു അവരുണ്ടായിരുന്നത്. അത് ഒരു പ്രാതിനിധ്യ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ആ പ്രാതിനിധ്യ സ്വഭാവം എന്ന് പറയുന്നത് യേശുക്രിസ്തു ലോകത്തിൽ എല്ലാവർക്കും എല്ലാത്തിനും വേണ്ടിയാണ് ജാതനായി തീർന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ ആട്ടിടയന്മാരുടെ ദൂതന്മാർ പറയുന്നത് പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ഈ സമാധാനം ലോകത്തിൻ്റെ സമാധാനമാണ് നൽകപ്പെടുന്നത്. ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ഈ സമാധാനം ഭൂമിയിൽ ഇറങ്ങി വരേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു ജാതനായിരിക്കുന്നത് ലോകത്തിൽ സമാധാനം ഉദ്ഘോഷിക്കുക എന്നുള്ളത് കൊണ്ടാണ്. പിതാവാം ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കന്യാമറിയാമിൽ നിന്ന് മനുഷ്യനായി ജാതനായത് യേശുക്രിസ്തു ദൈവമാണ്. അതോടൊപ്പം തന്നെ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. ഒരു പൂർണ്ണ മനുഷ്യന് മാത്രമേ മനുഷ്യത്വത്തിൻ്റെതാകുന്ന ലക്ഷണങ്ങൾ, മനുഷ്യത്വത്തിൻ്റെതാകുന്ന സ്വഭാവങ്ങൾ, മനുഷ്യത്വത്തിൻ്റെതാകുന്ന ആത്മീയ വളർച്ചയിൽ പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി ദൈവസാന്നിധ്യത്തെ വെളിവാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ആ ദൈവസാന്നിധ്യം ഭൂമിയിൽ യേശുക്രിസ്തുവിലൂടെ വെളിവായി അതുവരെ കാണാത്തതാകുന്ന ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ ഭൂമിയിൽ ആ മഹത്വം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്നവർക്കെല്ലാം സമാധാനവും ശാന്തിയും അവിടെ നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലികമാകുന്ന ലോകത്തിൽ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം നൽകുമ്പോൾ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ വളരെ ദുഃഖകരമായ ഒന്ന്, കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതാകുന്ന ഒരു ക്രിസ്മസാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം പ്രകൃതിയെയും മനുഷ്യനെയും മലീമസമാക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ പലപ്പോഴും നമ്മുടെ ആത്മീയതയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ഇന്ന് പ്ലാസ്റ്റിക്കിനെതിരെ ഉള്ളതാകുന്ന ഒരു യുദ്ധം, അത് പ്രകൃതിക്ക് വേണ്ടിയുള്ളതാകുന്ന ഒരാഹ്വാനമായിട്ട് നാം കരുതേണ്ടിയിരിക്കുന്നു. പുതിയ ക്രിസ്മസ് ആഘോഷത്തിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും മാലിന്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് ഇടയാകണം. സമൂഹത്തിൽ നിന്ന് മാലിന്യങ്ങളെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ മനുഷ്യൻ മാലിന്യമുക്തനായി തീരുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് യേശുക്രിസ്തു കടന്നു വന്നത്, യേശുക്രിസ്തു ജാതനായത്
ഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കുവാനായിട്ടും എല്ലാവരെയും ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കാനുമായിട്ടുമായിരുന്നു. ഈ ആകർഷണം ഇന്ന് നമ്മിലൂടെ ഈ ഭൂമിയിൽ സാധ്യമായി തീർന്നു എങ്കിൽ മാത്രമേ യേശുക്രിസ്തു ഇന്ന് ഭൂമിയിൽ നമ്മളിലൂടെ ജനിക്കപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ യേശുക്രിസ്തു നമ്മിൽ ജനിക്കപ്പെട്ടു എങ്കിൽ മാത്രമേ സമാധാനം ഭൂമിയിൽ വന്നു ചേരുകയുള്ളൂ. ആ സമാധാനത്തിൻ്റെ സാക്ഷികളായി നമുക്ക് തീരുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ നാം ഉൾക്കൊള്ളുന്നതാകുന്ന സമൂഹത്തിൽ നിന്ന് എല്ലാവിധമാകുന്ന ദൈവികമല്ലാത്തതാകുന്ന അനുഭവങ്ങളെ വിഭാടനം ചെയ്തുകൊണ്ട് ദൈവത്തിന് അനുയോജ്യമായ ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ ദൈവത്തിൻ്റെ സമാധാനം ഭൂമിയിലായിരിക്കും നമ്മളിൽ വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആഘോഷത്തിൻ്റെതാകുന്ന ആ ദൈവിക സമാധാനത്തിൻ്റെ സന്ദേശം നൽകുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുക.